എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്വഴങ്ങി എഴുതുവാൻ തുടങ്ങുന്നു. അവൻ സമ്മതിക്കുന്നില്ല. എല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് വളരെ സന്തോഷവും എൻ്റെ ആത്മാവിന് വളരെ പ്രയോജനകരവുമാകുന്നു. ഇതുപോലെ എല്ലായ്പ്പോഴും ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എങ്കിലും അങ്ങയുടെ അനുഗ്രഹത്താൽ അപ്പനടുത്ത വിധത്തിൽ എല്ലാറ്റിനും എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹപിതാവേ, ഞാൻ എല്ലാവരെയുംക്കാൾ വളരെ പാപം ചെയ്തിട്ടുള്ളവളും നിശ്ചയമായും വലിയ പാപിയും എല്ലാം കൊണ്ടും വളരെ മോശക്കാരിയുമാകുന്നു. ഏതുവിധമെങ്കിലും എൻ്റെ ശുദ്ധീകരണ സ്ഥലം ഇവിടെ തീർത്തു തരണമെന്നും അതിനുവേണ്ട ധൈര്യവും ക്ഷമയും നമ്മുടെ പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ച് മേടിച്ചു തരണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇന്ന് 19-ാം തീയതി പിതാവ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി ഒരിക്കലും വിടാതെ അധികം അരിശത്തോടും വളരെ ദുഷ്ടതയോടും കൂടെ ആക്രമണങ്ങളും തുടങ്ങിയിരുന്നു. ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും അവർ ഇവിടെ ഉണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ശക്തിയായി ഇടിവെട്ടുകയും അതോടെ സഹിക്കരുതാത്ത തീ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇവളെ ഈ ക്ഷണത്തിൽ നമുക്ക് കൊല്ലണം. ഇനി ഒരിക്കലും നമ്മുടെ കണ്ണിൽ കാണാൻ ഇടവരുത്തരുത്. ഈ ദുഷ്ടത്തി കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിന്റെ പിതാവ് വരുമ്പോൾ എന്തെല്ലാമാണ് നീ പറഞ്ഞു കൊടുക്കുന്നത്? ഞങ്ങളിതെല്ലാം ചെയ്തിട്ടും ഇത്ര സാരമില്ലാതെ നീയും നിന്റെ പിതാവും ഞങ്ങളെ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നല്ലോടി എന്നെല്ലാം പറഞ്ഞ് എന്നെ ദുഷിച്ചുകൊണ്ടിരുന്നു. നിന്നെ കൊന്നാലും നീ ചാകുന്നില്ലല്ലോ. നീ ഇനി മിണ്ടുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒന്ന് കാണണം. ഇപ്പോൾ നമുക്ക് ഇവളെ കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സഹിക്കരുതാത്ത അലർച്ചയോടും കഠിന തീയോടും കൂടെ പെട്ടെന്ന് എന്നെ പിടിച്ചു. നല്ല മൂർച്ചയുള്ള കുന്തം പോലെ ഒരു ആയുധം കൊണ്ട് എന്നെ കുത്തിമറിച്ചിട്ട് കഴുത്തിലും ദേഹമാസകലവും ഓരോരുത്തരുടെയും അരിശം പോലെയും ഇഷ്ടം പോലെയും ഇടിക്കുന്നതും കുത്തുന്നതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുകൂടെ പറഞ്ഞിരുന്നു: നീ വെളുക്കുമ്പോൾ തന്നെ പള്ളിയിലേക്ക് തിന്നാൻ പോകുമോ എന്ന് ചോദിച്ച് വായ് നിറയെ കല്ലിട്ട് ഇടിക്കുകയും കുത്തുകയും ചെയ്തു. പിതാവേ, ഇത് ഞാൻ കുർബാന കൈക്കൊള്ളുന്നതിനെ കുറിച്ചാകുന്നു. ദുഷ്ടത്തി, നിന്റെ പിതാവ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമോ, എനിക്ക് പുണ്യമില്ല, ഞാൻ പാപി എന്ന് പറഞ്ഞ് ഓടി നടന്ന് ഓരോ കൂട്ടങ്ങൾ നീ ചെയ്യുമോ എന്നും മറ്റും പറഞ്ഞ് ശക്തിയായി ഇടിക്കുകയും കുത്തുകയും എൻ്റെ കാലിന്മേൽ തലങ്ങും വിലങ്ങും വെട്ടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയും എടുത്തു പൊക്കി എറിയുകയും മറ്റും ചെയ്തിരുന്നു. എന്തേ നീ മിണ്ടാത്തത്, ചത്തുവോ എന്ന് ചോദിച്ചു. ഓരോ അതിക്രമം ചെയ്യുന്നതിനിടയിൽ എൻ്റെ ചുണ്ട് അല്പമൊന്ന് ഇളകുവാൻ ഇടവന്നു. ഈശോമിശിഹായുടെയും മറിയത്തിൻ്റെയും നാമത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വലിയ ദുഷ്ടത്തെയും ശപിക്കപ്പെട്ടവളും എല്ലാം കൊണ്ടും ഇതിനേക്കാൾ വലിയ ദുഷ്ടതയും ഞെരുക്കവും നിശ്ചയമായി സഹിക്കേണ്ടവളാകുന്നു. എന്നാലും ഈശോമിശിഹായുടെ തിരിച്ചോരയും അവിടുത്തെ സർവ്വയോഗ്യതകളും എനിക്കുള്ളതാകുന്നു. അവിടുത്തെ തിരിച്ചായ എന്നിൽ പതിച്ചിരിക്കുന്നത് ദുഷ്ടാരൂപികളെ നിങ്ങൾ കാണുന്നില്ലേ? അവിടുന്ന് നിശ്ചയമായും എന്നെ രക്ഷിക്കും. ഒരു നിമിഷം കൊണ്ട് നരകപ്രഭുക്കളാകുന്ന നിങ്ങളെ തോൽപ്പിച്ച് ഓടിപ്പിക്കും. എനിക്ക് നല്ല ശരണമുണ്ട്. ഇതുകൊണ്ടും ഞാൻ പേടിക്കുകയില്ല. എൻ്റെ അമ്മയായ മറിയം നിങ്ങളുടെ തലയെ തകർത്തവളാകുന്നു. അധികം ശക്തി കാണിക്കേണ്ട. നിഗളമെന്ന ഒരു കുറ്റത്താൽ വളരെ ഉയർത്തപ്പെട്ടവരായ നിങ്ങൾ ക്ഷണനേരം കൊണ്ട് നരകപാതാളത്തിൽ വീണു. എന്നാൽ ഈശോമിശിഹായുടെ സഹായത്താൽ ഞാൻ പറയുന്നു, എളിമ എന്ന പുണ്യം കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോന്ന സ്വർഗത്തിലേക്ക് നിശ്ചയമായും ഞാൻ കയറുകയും ചെയ്യും. പിതാവേ, ഇത് പറഞ്ഞപ്പോൾ ഓരോരുത്തരും മാറി മാറി ഇവിടെ നിൽക്കുന്നതിന് ഞങ്ങൾക്ക് സഹിച്ചുകൂടാ. ഇത് നിന്നെ പഠിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞ് വലിയ അലർച്ചയോടെ മാറിപ്പോയി. എങ്കിലും അവർ ഇവിടെയുണ്ട്. ഞാൻ പതിവായി ചെയ്തു വരുന്ന പുണ്യപ്രവൃത്തികളെല്ലാം അവിടുത്തെ സഹായത്താൽ കുറച്ചുകൂടെ അധികം ചെയ്യുന്നതിന് തീരുമാനിച്ചു.
മിശിഹായുടെ സ്ഥാനപതിയായ മെത്രാനോട് എല്ലാം വിശദമായി ഇനിയും ഞാൻ ബോധിപ്പിക്കും. ഇതൊന്നുകൊണ്ടും ഞാൻ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ അനുവാദമുണ്ടെങ്കിൽ ചെയ്തുകൊള്ളുവിൻ. നിങ്ങളുടെ തല തകർത്ത മറിയത്തിൻ്റെ സഹായത്താൽ യാതൊരു പേടിയുമില്ല. മിശിഹായുടെ നാമത്തിൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ അനുവാദമുണ്ടെങ്കിൽ ചെയ്തുകൊള്ളുവിൻ. നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ ഇപ്പോൾ വന്നു? ഞങ്ങളുടെ സമയം കഴിയുന്നതിന് മുമ്പ് നിന്റെ അച്ഛൻ കൽപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടത് ഓർക്കുന്നില്ലേടി? അതിനു പകരം ഞങ്ങൾ ചോദിച്ചു മേടിച്ചതാകുന്നു ഈ സമയം. എന്നാൽ ഒരു കാര്യം പറയുന്നു, മറ്റുള്ളവർ അധികം അറിയുന്ന വിധത്തിൽ ഇനി ഒരിക്കലും യാതൊന്നും എന്നോട് ചെയ്യരുത്. മെത്രാൻ്റെ തക്കതായ കൽപ്പനയും ശിക്ഷയും നിങ്ങൾക്ക് വരുമെന്ന് ഓർത്തുകൊള്ളണം എന്ന് മിശിഹായുടെ നാമത്തിൽ ഞാൻ പറയുന്നു. എന്നെ പിടിവിട്ട നേരം കൊണ്ട് ഇത് ഞാൻ പറഞ്ഞു. പിതാവേ, അല്പം കഴിഞ്ഞപ്പോൾ അതിലും ഇരട്ടിയായി ഓരോ കൂട്ടങ്ങൾ ചെയ്തു തുടങ്ങി. ഞാൻ മരിച്ചു പോകുമോ എന്ന് പലപ്പോഴും തോന്നിപ്പോയി. എങ്കിലും ഉടനെ തന്നെ നല്ല ധൈര്യം അമ്മ തന്നിരുന്നു. ഞങ്ങളെ ഒഴിപ്പിച്ചു വിട്ട നിന്റെ മാത്തു അച്ഛൻ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ച് വീണ്ടും അടിക്കുകയും കുത്തുകയും മാന്തുകയും മറ്റും രാത്രി 10 മണി തുടങ്ങി 4 മണി വരെ ചെയ്തു. സ്നേഹപിതാവേ, ഞാൻ വലിയ ഒരു വ്യസന സ്ഥിതിയിലായിപ്പോയി. മരിച്ചു പോകുമോ എന്നുകൂടെ ഓർത്തു. ദൈവതൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവും ശരീരവും വിടാതെ സമർപ്പിച്ച് ഹൃദയം കൊണ്ട് അപേക്ഷിച്ചു കിടന്നു. ഓർമ്മക്കേട് ഒട്ടുമുണ്ടായില്ല. സഹിക്കാനാവാത്ത ദുർഗന്ധവും ശക്തിയായ പൊള്ളലും വേദനയും ഉണ്ടായിരുന്നു. ഇതിൻവണ്ണം 7 ദിവസമുണ്ടായി. ഇത്ര വലിയ വ്യസനസ്ഥിതി അമ്പഴക്കാട്ട് വെച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും ദൈവാനുഗ്രഹത്താൽ നല്ല ധൈര്യം തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥയാവുകയും പകയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് സംഭവിക്കുമോ എന്ന വ്യസനത്താൽ ചിലപ്പോൾ വളരെ കരയും. എങ്കിലും എൻ്റെ അമ്മയുടെയും നല്ല ഈശോയുടെയും മുമ്പത്തെ വാഗ്ദാനങ്ങൾ ഇടയ്ക്കിടെ ഓർത്തുകൊണ്ട്, ഈ സമയത്ത് എന്നെ സഹായിക്കണേ എൻ്റെ അമ്മേ. ഒരു നിമിഷം കൊണ്ട് ഇവരെ ഓടിക്കുവാൻ നീ ശക്തിയുള്ളവളാണല്ലോ. ഞാൻ നിൻ്റെ മകളാണെന്ന് ഓർക്കണമേ. ഞാൻ വശം കെട്ടുപോകുന്നു. ഈ നേരത്തെ എന്നെ സഹായിക്കണമേ, എനിക്ക് ശക്തി തരണമേ എന്നും മറ്റും അപേക്ഷിച്ചു. അതോടെ കുറച്ച് ധൈര്യവും ഹൃദയത്തിൽ നല്ല ആശ്വാസവും കിട്ടിയിരുന്നു. ഇതുപോലെ നല്ല ഈശോയോടും വിശുദ്ധ യൗസേ പിതാവിനോടും വിശുദ്ധ മിഖായേൽ മാലാഖയോടും പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാൻ വലിയ ശുചിമുറിയുടെ വരാന്തയിൽ കയറിയ ക്ഷണത്തിൽ അവർ എന്നെ അടിച്ചു. പെട്ടെന്ന് ഞാൻ വീണ് പടികളിലൂടെ മറിഞ്ഞു തുടങ്ങി. 4ാം പടിയിൽ വെച്ച് പെട്ടെന്ന് ഒരാൾ, എൻ്റെ മകളെ, പേടിക്കേണ്ട, ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ അടുക്കലുണ്ടെന്ന് പറഞ്ഞ് എന്നെ വളരെ സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി. തലയ്ക്ക് പിടിച്ച് സമാധാനത്തിൽ പോവുക എന്ന് പറഞ്ഞു. ഈ ആളെ ഞാൻ കണ്ടില്ല, എങ്കിലും എൻ്റെ അമ്മ തന്നെയാണെന്ന് മനസ്സിലായി. ആരെങ്കിലും ആകട്ടെ, ഒരിക്കൽ 3 പ്രാവശ്യം സമൂഹത്തിൽ വെച്ച് തിന്നുകൊണ്ടിരുന്ന ചോറ് തട്ടിക്കളഞ്ഞു. പെട്ടെന്ന് കയ്യിൽ ഒന്നടിക്കും. അതോടെ പാത്രം ദൂരെ തെറിച്ചു പോകും. പുസ്തകവും ഇതിൻവണ്ണം തന്നെ. രാവും പകലും വിടാതെ ഓരോ കൂട്ടങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വാതിൽക്കലും ജനാലയ്ക്കലും വരാന്തയിലും ഇടിയും അട്ടഹാസവും വിടാതെയുണ്ട്. രൂപം വെച്ചതിൽ പിന്നെ വാതിലിൽ തൊടുന്നില്ല. വരാന്തയിലും മറ്റുമുണ്ട്. 3 ദിവസം കുർബാന കൈക്കൊള്ളുന്നതിനും കാണുന്നതിനും വളരെ തടസ്സം ചെയ്തു. ഒരിക്കൽ മുറിയിലിട്ടടച്ച് കളഞ്ഞു. ഞാൻ വലിയ വ്യസനത്തോടും ദുഃഖത്തോടും കൂടെ അപേക്ഷിച്ചിരിക്കുമ്പോൾ ക്ഷണത്തിൽ വാതിൽ തുറക്കുക, എവ്പ്രാസ്യ ധൈര്യമായിരിക്കുക, വേഗത്തിൽ പള്ളിയിൽ പോവുക എന്ന സ്വരം കേട്ട ക്ഷണത്തിൽ വാതിൽ പ്രയാസം കൂടാതെ തുറന്നു പള്ളിയിൽ പോയി. ഒരിക്കൽ തീരെ സുഖമില്ലാത്തതിനാൽ കിടന്ന് ഉപകാരസ്മരണ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുർബാന കൈക്കൊണ്ട് ശ്രേഷ്ഠതയമ്മയുടെ അനുവാദത്തോടെ മുറിയിലേക്ക് പോന്നു. വലിയൊരു തീവടി വരുന്നത് കണ്ട് വേഗത്തിൽ നടന്നു. ശക്തിയായി എന്നെ അടിച്ചതിനാൽ നടക്കല്ലിന്മേൽ വീണുപോയി. പതുക്കെ എഴുന്നേറ്റപ്പോൾ 2 എണ്ണം കൂടെ കിട്ടി. പിന്നെ മറ്റുള്ളവരുടെ സഹായത്തോടെ മുറിയിലെത്തി. പിതാവേ, പറഞ്ഞതുപോലെ
ശീശ്മക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നിന്റെ ഒരു തീർമക്കാര് എന്നും പറഞ്ഞ് മറ്റും പറയും. സ്നേഹപിതാവിനെയും കുറേ ചീത്ത പറയും. ഇതിന് നീ ചാവാതെ കിടക്കുകയാണല്ലേ ദുഷ്ടത്തി, നിന്റെ ചങ്കും നാക്കും ഇപ്പോൾ ഞങ്ങൾ കുത്തിപ്പറിച്ച് എടുക്കുമെടി എന്നും പറഞ്ഞ് കുന്തം പോലെ തീ നിറഞ്ഞ ഒരു ഭയങ്കര സാധനം കൊണ്ട് കഴുത്തിലായി കുത്തും. നീ മിണ്ടൂല്ല എന്ന് പറഞ്ഞ് വിട്ടുമാറി. ഞാൻ വീണ്ടും കൊന്ത ചൊല്ലി തുടങ്ങി മുഴുവനാക്കി. അവർ മറുപടി പോലെ അവിടെ കിടന്ന് ശപിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. പിതാവേ, ഭക്ഷണത്തിൻ്റെ നേരത്തെ ശക്തിയുള്ള മണത്താൽ എന്തൊരു പ്രയാസമാണ്. വിശപ്പ് നല്ലവണ്ണം ഉണ്ട്. എന്തിനു പറയുന്നു, എല്ലാം ദൈവചിത്തം. എല്ലാം കൊണ്ടും പലപ്പോഴും വളരെ വ്യസനിക്കുന്നു. എങ്കിലും പിതാവിൻ്റെ അപേക്ഷ കൊണ്ട് വളരെ കുറവുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ നിർത്തട്ടെ പിതാവേ. ഒരിക്കൽ ഞാൻ നവസന്യാസിനികളുടെ ഉടുപ്പ് തയ്ക്കുന്ന സമയത്ത് ഇനി ഇത് നീ തയ്ക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൈ പിടിച്ച് തയ്യൽ മെഷീനിൽ വെച്ച് തയ്ക്കാൻ തുടങ്ങി. ആ നേരത്തെ വേദന കൊണ്ട് ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഞാൻ വലത്ത് കൈകൊണ്ട് കുരിശ് വരച്ചപ്പോൾ വിട്ടുപോയി കളഞ്ഞു. അപ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു, പിന്നെ മാറി. പിതാവേ, രാവും പകലും 3-4 പ്രാവശ്യം മുറിയുടെ തട്ടിന്മേൽ ഓരോ സാധനം കൊണ്ട് കുത്തിപ്പൊക്കി തട്ടോട് ചേർത്ത് കുറേ അധികം ഇടിച്ചു. ആ സമയം വളരെ വ്യസനമുണ്ടായിരുന്നു. ക്ഷണം വിട്ടുമാറുവിൻ എന്ന് പറയുന്നത് പോലെ കേട്ടു. ആ ക്ഷണം എല്ലാവരും ഓടിപ്പോയി. ഞാൻ നിലത്തും കട്ടിൽ എൻ്റെ മുകളിലുമായി വീണു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. 2 പ്രാവശ്യം മുറിയിൽ നിന്ന് പൊക്കി എറിഞ്ഞ് പൂമുഖത്തേക്ക് ഇട്ടു. ഒരിക്കൽ രാത്രി 11 മണിക്ക് ഒരു എറിയലിന് വാതിൽ തുറക്കാതെ പൂമുഖത്ത് ചെന്ന് വീണു. ആരോ ഒരാൾ പിടിച്ച് മുറിയിലാക്കി തന്നു. ധൈര്യമായിരിക്കണം, എൻ്റെ സഹായം നിനക്കുണ്ട് എന്ന് പറഞ്ഞു. പാതിര കഴിയുമ്പോൾ ഈ ദിവസങ്ങളിൽ ശക്തിയായ വിശപ്പും സംഭ്രമവും നാവു വരൾച്ചയും ഉണ്ടാകും. അപ്പോൾ ഇവർ നീ ചത്തുപോകും, വെള്ളം കുടിക്ക് എന്ന് പറഞ്ഞ് വെള്ളം തരും. മിശിഹായുടെ നാമത്തിൽ ഞാൻ പറയുന്നു, വേണ്ടെന്ന്. ഒരിക്കൽ കുർബാന കൈക്കൊള്ളാൻ ഉടുപ്പ് മാറുന്ന സമയം പെട്ടെന്ന് പിടിച്ച് മറിച്ചിട്ട് വായിൽ വെള്ളം ഒഴിച്ചു. വായ കൂട്ടിപ്പിടിച്ച് ഇറക്കുവാൻ പറഞ്ഞ് ഇടി തുടങ്ങി. സാത്താനെ, ക്ഷണത്തിൽ വിട്ടുമാറുക. എൻ്റെ മകളെ, നീ വ്യസനിക്കേണ്ട, നല്ല ധൈര്യമായിരിക്കുക. ക്ഷണത്തിൽ എഴുന്നേറ്റ് വെള്ളം തുപ്പി പള്ളിയിൽ പോവുക എന്ന് പറഞ്ഞു. അവരുടെ ശാപവാക്കുകൾ വഴിനീളെ വളരെ നേരം കേട്ടു. ഞാൻ പോകുന്നു, പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ ഒന്നും ചെയ്തില്ല. കുർബാനയുടെ നേരത്ത് സമൂഹത്തിലേക്ക് എൻ്റെ പുസ്തകം തട്ടിയിട്ടു. ദൈവചിത്തം എന്നോർത്ത് അവിടുത്തെ തിരുമനസ്സിന് എന്നെ മുഴുവനും സമർപ്പിച്ചു. എല്ലാം ഓരോന്ന് തിരിച്ച് എഴുതണമെങ്കിൽ കുറേയുണ്ട്. അതിനാൽ നിർത്തട്ടെ. അവസാനം ബഹുമാന കപ്ലോനച്ചനെ വരുത്തി. അച്ഛൻ വലിയ പള്ളിയിൽ വന്ന് നിന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും പിതാവ് വരുമോടി എന്ന് ചോദിച്ച് ശക്തിയായി ഓരോന്ന് ചെയ്തു. ബഹുമാന കപ്ലോനച്ചൻ്റെ കൽപ്പനയാൽ കുറച്ചു നേരം അടങ്ങി നിന്നു. വീണ്ടും ഇന്ന് 3 മണി വരെ ഞങ്ങൾക്ക് അനുവാദമുള്ളതാകുന്നു എന്ന് പറഞ്ഞ് അധികം ശക്തിയായി തുടങ്ങി. ദൈവം മാത്രം ഒരാശ്വാസം. പിതാവേ, ഹൃദയം കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപേക്ഷിക്കും. അവിടെ മാത്രം ശരണം വെച്ചിരിക്കുന്നു. മറ്റുള്ളവർ പറയുന്നതുകൂടെയും എന്നെ കേൾപ്പിക്കുന്നില്ല. ആ നേരത്ത് പിതാവിനെ ഓർത്ത് എനിക്ക് വളരെ വ്യസനം തോന്നി. എങ്കിലും അവരുടെ മേലുള്ള ശരണം പോയിട്ടില്ല. അവിടുത്തെ സഹായത്താൽ പെട്ടെന്ന് ഒരു മിന്നൽ പ്രകാശം മുകളിൽ വന്ന പോലെ എനിക്ക് തോന്നി. അതോടെ വളരെ തെളിവുള്ളതും ശക്തിയുള്ളതുമായ സ്വരത്തോടെ, ക്ഷണത്തിൽ വിട്ടുപോയിക്കൊള്ളുവിൻ, ശപിക്കപ്പെട്ട അരൂപികളായ പിശാചുക്കളെ, നിങ്ങളുടെ നേരം കഴിഞ്ഞുപോയി. ഇനി എന്തേ ഇവിടെ നിൽക്കുന്നു? വേഗത്തിൽ ഇറങ്ങിക്കൊള്ളണം. പിതാവേ, ആ ക്ഷണത്തിൽ രാജാക്കന്മാരെ പോലെ നിന്നിരുന്നവർ പട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളഞ്ഞു. അതിനുശേഷം
വളരെ അനുഗ്രഹത്തോടും സ്നേഹത്തോടും കൂടെ, എൻ്റെ മകളെ എവുപ്രാസ്യ, ഞാൻ നിന്റെ അമ്മയാകുന്നു. നിന്നോടുള്ള വാഗ്ദാനം നിറവേറ്റാൻ വന്നിരിക്കുന്നു. നീ നല്ല എളിമയും ധൈര്യവും ഉള്ളവളായിരിക്കണം. നീ വ്യസനിക്കേണ്ട, എൻ്റെ സഹായം നിനക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കേട്ടില്ല. ഞാൻ എൻ്റെ അമ്മയെ കണ്ടില്ല പിതാവേ. ഇതോടെ എൻ്റെ ദേഹത്തുള്ള ശക്തിയായ പൊള്ളലും വേദനയും വ്യസനവും തീർന്നു. ബോധത്തിന് വളരെ ആശ്വാസവും തെളിവും വന്നു. എങ്കിലും ക്ഷീണവും വേദനയും ഇപ്പോഴുമുണ്ട്. സാരമില്ല പിതാവേ, ഒരു ദിവസം മരുന്നുകുപ്പി നിറയെ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ശ്രേഷ്ഠത്തിയമ്മയോട് പറഞ്ഞു, എൻ്റെ മരുന്നിൽ വെള്ളം ഒഴിച്ചുവെന്ന്. അപ്പോൾ അമ്മയും മറ്റു സഹോദരികളും, പിതാവ് വരട്ടെ, മരുന്ന് കൊണ്ടുവരുത്തിക്കുമല്ലോ, ഇത്ര അഹങ്കാരമോ എന്നും മറ്റും പറഞ്ഞു. പിറ്റേ ദിവസം അവർ അധികം അരിശത്തോടെ, കുപ്പിയും മരുന്നും ഞങ്ങളെ കൊണ്ട് നീ കൊണ്ടുവരുത്തിക്കുമോ എന്നും മറ്റും ചോദിച്ച് കുപ്പി കൊണ്ട് നെഞ്ചിലും തലയ്ക്കും ശക്തിയായി അടിച്ചു തുടങ്ങി. അവസാനം നിനക്ക് കാണണോടി എന്ന് പറഞ്ഞ് മേലോട്ട് എറിഞ്ഞ് കുപ്പി പൊട്ടിച്ച് മുറിയിൽ വിതറി. മരുന്ന് മുഴുവനും മുറിയിൽ തളിച്ചു കളഞ്ഞു. സ്നേഹപിതാവ് കൽപ്പിച്ചതുപോലെ പൊട്ടിയ കുപ്പിയും മരുന്നും തിരികെ കൊണ്ടുവരണമെന്ന് ദൈവനാമത്തിൽ മിശിഹായുടെ സ്ഥാനപതിയായ മെത്രാൻ തനിക്കുള്ള അധികാരത്താൽ കൽപ്പിച്ചിരിക്കുന്നതിനാൽ ക്ഷണത്തിൽ ഇന്ന് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ പോയി. പിതാവേ, ഉച്ച കഴിഞ്ഞ് ഏകദേശം 1:30 മണി സമയം എന്ന് തോന്നുന്നു. വളരെ പ്രകാശമുള്ള ഒരു മേഘം ഇറങ്ങി വരുന്നത് കണ്ടു. അതിന്മേൽ അനേകം നക്ഷത്രങ്ങളുണ്ടായിരുന്നു. അൾത്താരയുടെ വലത്തുവശത്താകുന്നു നിന്നത്. വളരെ സ്നേഹത്തോടെ എവുപ്രാസ്യ എന്ന് വിളിച്ചു. മിശിഹായുടെ നാമത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ആൾ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ മേഘം കുറെ കൂടെ താഴോട്ട് പദവി വരെ ഇറങ്ങി സക്രാരിക്ക് ഒപ്പം നിന്നു. വളരെ പ്രകാശക്കതിരുകൾ വന്നിരുന്നു. എൻ്റെ മകളെ, നീ എന്നെ അറിയുന്നില്ലേ? ഞാൻ അമലോത്ഭവയായ നിന്റെ അമ്മ മറിയമാകുന്നു. നീ എന്തേ സംശയിക്കുന്നു? ഞാനും എൻ്റെ സ്നേഹകുമാരനും നിന്നെ പലപ്പോഴും അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലായ്പ്പോഴും നിന്റെ ബോധത്തിലുണ്ടായിരിക്കണം. അവിടുന്ന് നന്ദികെട്ട മനുഷ്യരിൽ നിന്ന് അധികമായി സഹിക്കുന്ന കാലം ഇതാകുന്നു. അതിനാൽ നിനക്ക് സാധിക്കുന്നതുപോലെ എൻ്റെ ദിവ്യകുമാരന് ആശ്വാസം വരുത്തണം. നീ ഞെരുക്കങ്ങൾ സഹിക്കുന്നത് വലിയ ഹൃദയത്തോടെ ആഗ്രഹിക്കുക. അവിടുത്തെ പീഡകളുടെ കൂട്ടുകാരിയാകുന്നതിന് നീ അപേക്ഷിക്കുക. അതെനിക്ക് വളരെ ഇഷ്ടമാകുന്നു. പാപികൾക്കും ശീശ്മക്കാർക്കും വേണ്ടി ഇനിയും നല്ലവണ്ണം അപേക്ഷിക്കുക. എൻ്റെ മകളെ, നീ വളരെ എളിമയുള്ളവളും ദൈവമനോഗുണത്തിന്മേൽ എല്ലായ്പ്പോഴും നന്ദിയുള്ളവളും ആയി. ഞാൻ നിന്നെ 9-ാം വയസ്സിൽ പഠിപ്പിച്ച മാലാഖമാരുടെ ആരാധന നിന്റെ ആത്മപിതാവിനെ കൂടെ അറിയിക്കണം. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളതാകുന്നു. ഒരിക്കൽ ഇതിന്മേൽ നിനക്കുണ്ടായിരുന്ന സംശയം ഞാൻ തീർത്തു തന്നതും കൂടെ വിശദമായി അറിയിക്കണം എന്ന് കൽപ്പിച്ചു. മനുഷ്യരുടെ പാപം അധികമായി വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞായറാഴ്ച വൈദികർ ചൊല്ലുന്ന കുർബാന മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി ചൊല്ലിക്കുകയും വേണം എന്ന് ഞാൻ അറിയിച്ചതായി പറയണം. എൻ്റെ മകളെ, വളരെ ആളുകൾ ഈ ദിവസം കൂടെ ദിവ്യപൂജയ്ക്ക് അടുത്തു വരാതിരിക്കുന്നത് അറിയുന്നില്ലേ? പലപ്പോഴും അറിയിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇരുവരും വളരെ നന്ദിയുള്ളവരായിരിക്കുകയും എൻ്റെ ദിവ്യകുമാരനെ ആശ്വാസം വരുത്തുകയും വേണം. പിതാവ് ഓരോ കാര്യങ്ങളുടെ നടത്തിപ്പിൽ വളരെ സൂക്ഷ്മയുള്ളവനായിരിക്കണമെന്നും എൻ്റെ സഹായം എല്ലാറ്റിലും ഉണ്ടാകുമെന്നും അറിയിച്ച് എനിക്കും പിതാവിനും തിരിച്ച് ആശീർവാദവും തന്നു. എൻ്റെ മകളെ, ഞാൻ പോകുന്നു. നീ സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപേക്ഷിച്ചു. പിതാവ് കൽപ്പിച്ചിരിക്കുന്ന കുപ്പി കൊടുക്കണമെന്ന്. അമ്മേ, ഞാൻ എന്തു ചെയ്യേണ്ടു? കുപ്പി അവർ തന്നെ തിരികെ കൊണ്ടുവരും. നീ വ്യസനിക്കേണ്ട. മകളെ, നീ എല്ലാവർക്കും പുണ്യത്തിൻ്റെ നല്ല മാതൃകയായി ജീവിക്കണം. ഞാൻ നോക്കിയപ്പോൾ മേഘം പൊങ്ങി, പിന്നെ കണ്ടില്ല.
സ്വരവും കേട്ടില്ല. ഞാൻ തിരികെ മുറിയിൽ വന്നപ്പോൾ 2:30 മണി സമയമായിരുന്നു. മുറിയിൽ കയറിയ ക്ഷണം വലിയ അലർച്ചയോടും തീയോടും കൂടെ മുറി ശക്തിയായി കുലുക്കി. അടച്ചിട്ടിരുന്ന ജനാല തനിയെ തുറന്ന് മരുന്നോടുകൂടെ കുപ്പിവെച്ചുപോയി. പിതാവേ, മാലാഖമാരുടെ ആരാധന അമ്മ പഠിപ്പിച്ചതുപോലെ മുടങ്ങാതെ ഞാൻ ചെയ്തിരുന്നു. ഒരിക്കൽ കുറച്ച് സംശയം തോന്നി. 13 ദിവസം മുടക്കി. കുർബാനയുടെ സമയത്ത് 9 വൃന്ദത്തിന് ഏൽപ്പിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ഇടവിടാതെ എൻ്റെ പേരിൽ അവർ ദൈവത്തോട് അപേക്ഷിക്കുന്നതായി കാണിച്ചു തന്നു. അന്നും നമ്മുടെ അമ്മ ഉണ്ടായിരുന്നു. പിതാവേ, എവുപ്രാസ്യ, നിന്റെ സംശയത്തെ നീ നീക്കണം. ഇവർ നിരന്തരം ദൈവ തിരുമുമ്പാകെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. നീ നല്ല വിശ്വാസമുള്ളവളായിരിക്കണം എന്ന് പറഞ്ഞു പോയി. ഞാൻ പിതാവിനെ ഇത് അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വീട്ടിൽ വെച്ച് എൻ്റെ അമ്മയോട് ചോദിച്ചു, മാലാഖമാരുടെ രാജസ്ത്രീയെ എന്ന് പറയുന്നത് എന്താകുന്നുവെന്ന്. അപ്പോൾ അമ്മ മാതാവിൻ്റെയും മാലാഖമാരുടെയും കാര്യം പറഞ്ഞു തന്നു. അവർ കർത്താവിനെ ആരാധിക്കും എന്നും മറ്റും പറഞ്ഞു. പിതാവേ, എനിക്ക് അതിന്മേൽ വലിയ വിചാരമായി. ഉറങ്ങാതെ കിടന്ന് ചിന്തിച്ചിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. 1-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ മണിക്കൂറിൽ എൻ്റെ അടുക്കൽ വന്നു. ഈ കൊച്ചു കടലാസിൽ കുറിച്ചിരിക്കുന്ന പ്രകാരം 3 ദിവസം അടുപ്പിച്ച് ഈ നല്ല സൗന്ദര്യമുള്ള പെണ്ണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു. അതോടെ മണിക്കൂറുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഒരിക്കലും അത് ഞാൻ മറക്കുകയില്ല. പിതാവേ, ഈ ആളെ അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ മനസ്സിലായി. അന്ന് എനിക്ക് 9 വയസ്സ് പ്രായമായിരുന്നു. എന്നെ മഠത്തിൽ കൊണ്ടുചെന്നാക്കണമെന്ന് അപ്പനോടും അമ്മയോടും പറയണമെന്ന് പറഞ്ഞു. പിതാവേ, ഇതൊന്നും എൻ്റേതല്ല. എനിക്കുള്ളത് പാപവും ദുഷ്ടതയും മറ്റുമാകുന്നു. ശിക്ഷകൾക്ക് മാത്രമേ എനിക്ക് യോഗ്യതയുള്ളൂ. പിതാവേ, ഈ ആരാധന പിതാവിന് ഇഷ്ടമാകുന്നുവെങ്കിൽ ചെയ്യണമേ. അതാത് മണിക്കൂറിൽ ഓർത്ത് മാലാഖമാരോട് കൂടെ ചേർന്ന് അപേക്ഷിച്ച് അവരെ ഏൽപ്പിച്ചാൽ മതി. പ്രയാസമില്ല. എനിക്ക് വേണ്ടി സ്നേഹപിതാവ് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹായ്ക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ എഴുത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വളരെ രഹസ്യം കാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിർത്തട്ടെ എന്ന് അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ.